നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി കേരക്കറിയാണ് വെക്കാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ 7 കിലോയോട് അടുപ്പിച്ച് തൂക്കം വരുന്ന ഒരു കേര കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി, അതായത് കറിക്ക് പറ്റിയ പീസുകളാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിന്റെ തല വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു തലക്കറി ഉണ്ടാക്കാം. നല്ല അലുവ പീസ് വലുപ്പത്തിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു അടിപൊളി ഒരു മീൻ കറി അങ്ങോട്ട് വെക്കാം. ഞാൻ ഇതിൽ നിന്ന് 1.5 കിലോ മീനിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടാണ് ഇന്ന് മീൻ കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 1.5 കിലോ മീനിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്കൊരു 8-10 ചെറിയ ഉള്ളി മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക. അത് കഷ്ണിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒരൊറ്റ മിനിറ്റ് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്ന സമയം മുതൽ അത് മൂപ്പിച്ച് തീരുന്ന സമയം വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് പൊടി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു 1/2 മുറി തേങ്ങയുടെ പീര ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. അരമുറി തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു നാളികേരം നമ്മൾ 2ആയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതാണ് അരമുറി തേങ്ങയുടെ പീര. നമ്മൾ മസാല ഉണ്ടാക്കിയ ചട്ടി ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒറ്റ മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന 5 കഷ്ണം കുടംപുളി ചെറുതായിട്ട് കീറിയത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുടംപുളി ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചിയാണ്. കറിക്ക് നന്നായിട്ട് പുളി ഇറങ്ങും. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ അരപ്പ് 1.5 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറും. ഏകദേശം ഒരു 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നമ്മൾ അരപ്പ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പരച്ച മിക്സി അത് കഴുകിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പോരാത്ത വെള്ളവും കൂടെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരപ്പും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കൊരു മൂടി ഉപയോഗിച്ച് മൂടിയതിന് ശേഷം നമുക്ക് കറി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മൂടി വെച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റായി. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ട് കറക്കി മീൻ കഷ്ണങ്ങളും അരപ്പും കൂടെ യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്നപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഏതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് അതിൻ്റെ ചാറ് പറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോ ഹീറ്റിലോ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലോ സെറ്റ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടും. മീൻകറിയുടെ ചാറ് വറ്റിച്ചെടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ പതുക്കെ കുക്കായി വരുന്നതാണ് മീൻകറിയുടെ ടേസ്റ്റ്. മീൻകറി വെച്ച് മിനിമം ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതീവ രുചിയായിരിക്കും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടാറിയതിന് ശേഷം എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി മീൻകറിക്ക് നല്ല രുചിയും നല്ലൊരു വാസന നൽകുന്നതിന് വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ മീൻകറിയുടെ കുക്കിംഗ് കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.